how to become a RN, a registered nurse in USA. And I'm going to tell you exactly what you should be doing to become a registered nurse in USA. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? സോ ഇന്ന് ഞാൻ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് ദ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ. അപ്പോൾ ഈ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്താ? Basically, I'm getting tons and tons of questions on how to become a RN, a registered nurse in USA. So before I tell you the details, I'll tell you exactly how I came to US, okay? So ഞാൻ വന്നത് ഇവിടെ 2007 അമേരിക്കയിൽ വന്നത് 2007 I came with a family visa. And I basically came because of my mother. Okay, my mother is also a nurse. So we were all living in Delhi, and how we came is my mother had to write all exams, CGFNS, Nclex, TOEFL, IELTS. അങ്ങനെ പരീക്ഷയൊക്കെ എഴുതി പാസ്സായി ഒരു ഏജൻസി ആയിട്ട് രജിസ്റ്റർ ചെയ്ത് that's how we came here. And because my mother came here with employment visa, അന്ന് പെട്ടെന്ന് ഗ്രീൻ കാർഡൊക്കെ ഇഷ്യൂ ചെയ്ത് കിട്ടി. ഈവൻ ഫോർ ഫാമിലി, ആർ ഹോൾ ഫാമിലി കെയിം ഇൻ ടുഗെദർ. സോ ദാറ്റ് വാസ് എ ബിഗ് ബ്ലെസ്സിങ്. 2007 സ്റ്റാർട്ടിങ്ങിലാണ് ഞങ്ങൾ വന്നത്. അറൗണ്ട് ഫെബ്രുവരി മാർച്ചൊക്കെ ആയപ്പോഴാണ് വന്നത്. ആൻഡ് ഐ ബിലീവ് റെട്രോഗ്രേഷൻ സ്റ്റാർട്ടഡ് ഇൻ 2007 എൻഡൊക്കെ ആയപ്പം ഒരു സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആയപ്പോൾ റെട്രോഗ്രേഷൻ തുടങ്ങി. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഈ IELTS, TOEFL ആ എക്സാം ഒന്നും എഴുതേണ്ട ആവശ്യം വന്നില്ല. ബിക്കോസ് ഐ ഓൾറെഡി ഹാഡ് ദ ഗ്രീൻ കാർഡ്. The only exam I had to write was Nclex. That's it. അപ്പോൾ ഞാൻ കോമെൻസിൽ എനിക്ക് ഇഷ്ടംപോലെ ക്വയറീസ് വരുന്നുണ്ട്. ക്വയറീസ് ആർ ലൈക്ക് ഓക്കെ, ഇഫ് ഞാൻ GNM ആണെങ്കിൽ എനിക്ക് ഒരു RN ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഐ എം 37 years old, ഐ എം 40 years old, എനിക്ക് ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറേ ഡൗട്ട്സ് ഉണ്ട്. So I will clear all those doubts. Let me start off by giving the same example, okay, about my mom. So when she gave the exam, അതായത് CGFNS, IELTS, TOEFL, Nclex പരീക്ഷയൊക്കെ എഴുതിയപ്പം her age was 52 years. So you can imagine. അതുമാത്രമല്ല, my mother was a GNM nurse ആയിരുന്നു. ഇവിടെ വന്ന പിന്നെ she studied and did her bachelor's, and now she is a BSc nurse. She's still working here. She's working in a federal government job. നല്ല ജോലിയാണ്, and it paid off actually. അപ്പോൾ so age is not a factor. Let me tell you that. അതൊരു എൻ്റെ അമ്മ ഒരു പ്രൈം എക്സാമ്പിളാണ്. ഏജ് ഇസ് നോട്ട് എ ഫാക്ടർ. അത് മാത്രമല്ല, ഫോർ മൈ മദർ ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. കാരണം എൻ്റെ അമ്മ നഴ്സിംഗ് പഠിച്ചത് 1980s. സോ ഒരു 27 years ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെയും പുള്ളിക്കാരി പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പാത്തോഫിസിയോളജി, ഫാർമക്കോളജി എല്ലാം എവ്രിതിങ് വാസ് ന്യൂ ടു ഹർ. എല്ലാം ഫ്രം സ്ക്രാച്ച് പഠിക്കണം. അതുപോലെ അത് മാത്രമല്ല, കമ്പ്യൂട്ടേഴ്സ് ഒരു രക്ഷയില്ല. കമ്പ്യൂട്ടേഴ്സിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല. എല്ലാം ഒന്ന് കുത്തിപ്പിടിച്ചൊക്കെയാണെന്ന് പഠിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് മമ്മി പറയുന്നത്. അതുപോലെ തന്നെ ഈ Nclexൽ ഈ സെലക്ട് ഓൾ ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ എന്താണെന്ന് പോലും എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു. ബട്ട് ഷീ സ്റ്റഡീഡ് എസ്പെഷ്യലി ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് രാത്രിയൊക്കെയാണ് ഇരുന്ന് പഠിച്ച് അത് പാസ്സായി വന്നത്. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, ഐ എം നോട്ട് സേയിങ് മൈ മോം ഇസ് ഗ്രേറ്റ് ഓർ എനിത്തിങ്, ബട്ട് ഐ എം സേയിങ് ഈസ്, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഏജ് ഈസ് നോട്ട് എ ഫാക്ടർ. GNM ആയാലും BSc ആയാലും MSc ആയാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഓക്കെ, ഓൾ ഇറ്റ് മാറ്റേഴ്സ് ഈസ് യു ഹാവ് ടു ഗെറ്റ് ലൈസൻസ് ഇല്ലാതെ നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റില്ല. ആ ലൈസൻസ് എഴുതണമെങ്കിൽ Nclex പരീക്ഷ പാസ്സാവണം. ഓക്കെ, എവ്രിതിങ് ഇസ് പോസിബിൾ. യു ജസ്റ്റ് ഹാവ് ടു ഹാവ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്. ഓക്കെ, അതുപോലെ നമുക്കിങ്ങനെ ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് മൈ ഹസ്ബൻഡ്, ഇറ്റ്സ് മൈ കിഡ്സ്, എൻ്റെ അവസ്ഥ ഇതാണ്, ഗ്യാപ്പാണ്, എനിക്ക് പ്രായം കൂടി. ദാറ്റ് ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. ഇഫ് എനിബഡി ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം അച്ചീവിങ് യുവർ ഗോൾസ്, ഇറ്റ്സ് ഓൺലി ഗോയിങ് ടു ബി യു. ഓക്കെ, അപ്പോൾ അത് നമ്മളെപ്പോഴും ഓർക്കുക. എനിത്തിങ് ഇസ് പോസിബിൾ. അച്ചീവ് ചെയ്യാൻ ഒന്നും ബുദ്ധിമുട്ടില്ല. ഓൾ യു ഹാവ് ടു ഹാവ് ഇസ് ദ റൈറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് സ്ട്രോങ് grit and determination. Everything is possible. Okay, അപ്പോൾ lots of talking. Let's get back to the meat of the topic. Okay, അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പേപ്പറൊക്കെ ഉണ്ട്. I don't want to miss any points. So I'll tell you exactly ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എന്താണ്, what one must do to become a registered nurse. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം
ഷെയർ ചെയ്യാൻ നോക്കുക, എസ്പെഷ്യലി ടു യുവർ നഴ്സിംഗ് ഗ്രൂപ്പ്സ്. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി വെരി ബെനിഫിഷ്യൽ. അതുപോലെ തന്നെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് and like the video, okay? And don't forget to share, because when you share to other nursing groups, they will have that knowledge too, okay? Kore myths ഉണ്ട്. People think, oh, it's not possible, avarku steps endana ariyilla, where to look for each thing. I will tell you exactly what to do, okay? So listen to the video carefully. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ make sure you rewind it, listen to it again, okay? അതുപോലെ തന്നെ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നഴ്സിംഗ് ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ലിങ്ക് കാണാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ബട്ടൺ ആൻഡ് യു വിൽ ഗെറ്റ് ദ ഇൻഫർമേഷൻ. നഴ്സിംഗ് സാലറീനെ പറ്റി എൻ്റെ പഴയ വീഡിയോസ് ഉണ്ട്. അതുപോലെ തന്നെ നഴ്സിംഗ് സ്പെഷ്യാലിറ്റീസ് ആൻഡ് ദ സാലറീസ് ആൻഡ് വാട്ട് യു എക്സാക്ട്ലി ഹാവ് ടു ഡു, അതിനെ പറ്റി ഞാൻ വിശദമായിട്ട് ഐ ഹാവ് ദോസ് വീഡിയോസ്. ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഈച്ച് സ്റ്റെപ്സ്. സോ നമ്പർ 1, first and foremost process ആണ് the basic education. You should have the right and the basic education. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് GNM ആയാലും BSc ആയാലും MSc ആയാലും it doesn't matter, okay? You heard it right, it doesn't matter. All it matters is the education that you are doing in your country. For example, ഇന്ത്യയിലാണെങ്കിൽ that education should be equivalent to that of US based nurses-ന്റെ എഡ്യൂക്കേഷൻ ആയിട്ട് നമ്മൾ നാട്ടിൽ ചെയ്ത നഴ്സിംഗ് ഈക്വലൻ്റ് ആണ്, ഓക്കെ? സോ മേക്ക് ഷുവർ യു ആർ എൻറോൾഡ് ഇൻ എ accredited നഴ്സിംഗ് പ്രോഗ്രാം, ഓക്കെ? ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇഷ്ടം പോലെ കൂണ് മുളയ്ക്കുന്ന പോലെയാണ് നഴ്സിംഗ് സ്കൂൾസ് വരുന്നത്. സോ ഡോണ്ട് fall into those traps. Make sure it is nationally accredited program. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചു, should we have experience or not? It is always better to have at least 1 to 2 years experience, കാരണം അത് നിങ്ങൾക്ക് നിങ്ങളുടെ CV അല്ലെങ്കിൽ റെസ്യൂമിൽ കാണിക്കാം. സോ that would become a very strong point. Make sure it is bedside nursing. Make sure it is dealing with patient care, okay? അതായത് ഇപ്പോൾ നഴ്സിംഗ് ട്യൂട്ടേഴ്സ് അല്ലെങ്കിൽ സൂപ്പർവൈസറി ജോബ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. ഇറ്റ് ഹാസ് ടു ബി patient care. Patient care related ആയിട്ട് bedside nursing ആണ് the best, okay? Make sure you get that experience. Okay, next is number 2, verifying your credentials, okay? Credentials usually is verified by a company known as CGFNS. അപ്പോൾ ഇതിനകത്ത് ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ they have to make sure that your degree is equivalent and accepted here in US. അപ്പോൾ അതുകൊണ്ട് അവർ ക്രെഡൻഷ്യലിംഗ് ചെയ്യും. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദേ വുഡ് ആസ്ക് യു ടു സെൻഡ് യുവർ ട്രാൻസ്ക്രിപ്റ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വേറെ നെസസറി ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാം. cgfns.com അല്ലെങ്കിൽ .org ആണ്. You can look it up. And the price എനിക്ക് തോന്നുന്നത് $365 ആണെന്ന് തോന്നുന്നു. But they have a criteria. You would have to send all those documents to them. അത് കഴിഞ്ഞിട്ട് അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ they will contact your school. നാട്ടിൽ നിന്നാണ് പഠിച്ചെങ്കിൽ they will contact your school and make sure that the transcript you sent is valid or not, okay? അത് അവരുമായിട്ട് അവർ കോൺടാക്ട് ചെയ്തിട്ട് they will make sure that whatever information that you sent is right or not, and also they will make sure that your school is accredited. അത് കഴിഞ്ഞിട്ട് അവർ ആ റിപ്പോർട്ട് എല്ലാം കിട്ടി കഴിഞ്ഞിട്ട് they will send that report to the nursing board in US. ഇപ്പം നിങ്ങൾ Nclex നിങ്ങൾക്ക് എഴുതണമല്ലോ. So you have to apply to that particular state. ഇപ്പോൾ എവിടെയാ സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ടെക്സസ് ബോർഡ് ഓഫ് നഴ്സിംഗിലാണ് നിങ്ങൾ Nclex അപ്ലൈ ചെയ്യുന്നതെങ്കിൽ the CGFNS will send the report to your Texas Board of Nursing. അപ്പോൾ അങ്ങനെയാണ് അതെല്ലാം, കാരണം അതെല്ലാം വെരിഫൈഡ് ആണ് ഓൾറെഡി. സോ ദാറ്റ് മേക്സ് ഇറ്റ് ഈസി ഫോർ ദ ബോർഡ് ഓഫ് നഴ്സിംഗ് ടു പ്രോസസ് ഫോർ യുവർ Nclex exam. ഓക്കെ, അപ്പോൾ അങ്ങനെ CGFNS എല്ലാ റിപ്പോർട്ടൊക്കെ സെറ്റപ്പ് ചെയ്ത് എല്ലാം റെഡി ആക്കി കഴിഞ്ഞിട്ട് ദിൽ സെൻഡ് ഇറ്റ് ടു ദ നഴ്സിംഗ് ബോർഡ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? നമ്പർ 3 നെക്സ്റ്റ് സ്റ്റെപ്പാണ് Nclex exam, ദ ബിഗ് തിങ്. അപ്പോൾ Nclex exam എന്ന് പറയുമ്പം നാഷണൽ കൗൺസിൽ ഓഫ് ലൈസൻഷ്യർ എക്സാം ആണ്. Nclex ഇല്ലാതെ നമുക്ക് ലൈസൻസ് കിട്ടില്ല. Nclex എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു ബോർഡ് എക്സാം പോലെയാണ്. യു ഹാവ് ടു പാസ് ദി Nclex exam, only then will you get the license. Without license you
cannot work in USA. I'll be doing videos on Nclex, എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യേണ്ടേ, അതുപോലെ തന്നെ ബേസിക് കോൺസെപ്റ്റ്സ്, ഇതെല്ലാം ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നതാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഓക്കെ, സോ നമ്പർ 4 സ്റ്റെപ്പാണ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എക്സാം. Because we are foreign educated nurses, it is mandatory that we need an English proficiency exam. അപ്പോൾ ഇത് IELTS ഉണ്ട്, TOEFL ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ OET accepted ആണ്. കുറേ പേര് എന്നോട് ചോദിച്ചു, ഈസ് ഇറ്റ് ഓക്കെ ടു ഡു OET, ഇറ്റ്സ് accepted ആണോ ഇല്ലയോ ഒക്കെ. I will tell you exactly how you can find out if OET is accepted, IELTS is accepted, അതോ TOEFL ആണോ accepted ചെയ്യുന്നത്. അതിൻ്റെ എക്സാക്ട്ലി നിങ്ങൾ ഏത് സൈറ്റിലാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് I'll tell you. Because you might just ask your agency or you might ask other friends. You won't get that complete information. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. സിൻസ് ഐ എം ഇൻ ടെക്സസ്, ഐ എം ഗോയിങ് ടു അപ്ലൈ ഫോർ ടെക്സസ് ബോർഡ് ഓഫ് നഴ്സിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ Nclex എഴുതുമ്പോൾ ഞാൻ ടെക്സസ് ബോർഡിലാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളിപ്പം വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ, ഫ്ലോറിഡ ആണെങ്കിൽ യു ഹാവ് ടു അപ്ലൈ ടു ഫ്ലോറിഡ ബോർഡ് ഓഫ് നഴ്സിംഗ്. ഓക്കെ, ഇപ്പം ഞാൻ എക്സാമ്പിൾ ചെയ്യുവാണ്. ടേക്ക് എ ലുക്ക് ഓവർ ഹിയർ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ടെക്സസ് ബോർഡ് ഓഫ് നഴ്സിംഗ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ നിങ്ങളിപ്പോൾ ഒരു പേജ് കാണാമല്ലോ നിങ്ങൾക്ക്. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഗോ അണ്ടർ ലൈസൻഷ്യർ. ഓക്കെ, ലൈസൻഷ്യറിനകത്ത് ക്ലിക്ക് ചെയ്യുക. ലൈസൻഷ്യറിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സാമിനേഷൻ, ലൈസൻഷ്യർ എക്സാമിനേഷൻ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാമല്ലോ. ഓക്കെ, ഗോ ഓൾ ദ വേ ഡൗൺ. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഐ തിങ്ക് ഇറ്റ് ഈസ് 8th പോയിന്റ് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് സെക്ഷനാണ് ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സ്. കാണാമോ നിങ്ങൾക്ക്? ഓക്കെ, ഇൻ്റർനാഷണൽ കാൻഡിഡേറ്റ്സ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്രൈറ്റീരിയ കാണാം. വാട്ട് എക്സാക്ട്ലി യു ഷുഡ് ഹാവ് ഓർ വാട്ട് ഡോക്യുമെൻറ്റ്സ് യു നീഡ് ആൻഡ് വാട്ട് എക്സാംസ് യു നീഡ് ടു ടേക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരെഴുതിയേക്കുന്നത് നിങ്ങൾക്ക് ടെക്സസ് ബോർഡിൽ ലൈസൻസ് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈസ് എ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ബൈ Nclex examination. അത് കഴിഞ്ഞിട്ട് ഉള്ള ഫീസ്, വാട്ട് എവർ ഫീസ് ഇസ് ദെയർ, യു ഹാവ് ടു പേ ഫോർ ദ ഫീസ്. ആൻഡ് ദെൻ ദേ ആർ ഗോയിങ് ടു ഡു എ കംപ്ലീറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പ്രൂഫ് ഓഫ് സ്കോർസ് ഓഫ് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി എക്സാം. സോ ദ ബോർഡ് accepts either TOEFL, അതിൻ്റെ സ്കോറിംഗ് ഒക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, TOEFL ഉണ്ട്, TOEFL IBT, TSC, IELTS. ഓക്കെ, സോ ദർ ആർ ഓപ്ഷൻസ്. അപ്പം നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾ ടെക്സസ് ബോർഡ് ഓഫ് നഴ്സിംഗിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആൻഡ് ദെൻ യു ആർ ഡൂയിങ് OET, ഇറ്റ്സ് നോട്ട് ഗോൺ ടു വർക്ക്. ഓക്കെ, OET വർക്ക് ചെയ്യത്തില്ല. യു ആർ ആക്ച്വലി ഗോയിങ് ടു വേസ്റ്റ് യുവർ ടൈം, വേസ്റ്റ് യുവർ എനർജി, വേസ്റ്റ് യുവർ മണി. ഓക്കെ, അപ്പം നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ വെബ്സൈറ്റിൽ നോക്കുക. ദേ വിൽ ടെൽ യു എക്സാക്ട്ലി വാട്ട് ക്രൈറ്റീരിയ ഇസ് നീഡഡ് ആൻഡ് ദെൻ യു ഡു ദാറ്റ് വിച്ച് എവർ എക്സാം ഇസ് നീഡഡ്. ഇപ്പോൾ IELTS ആണ് അത്യാവശ്യമെങ്കിൽ, സോ ഡു ദാറ്റ് എക്സാം. നൗ ഈ OET എവിടെയൊക്കെയാണ് ആപ്ലിക്കബിൾ എന്ന് ചോദിക്കുമ്പം, റൈറ്റ് നൗ ഇറ്റ് ഈസ് ഓൺലി അപ്രൂവ്ഡ് ഇൻ 2 states. ഒന്ന് ഫ്ലോറിഡ, രണ്ടാമത്തെയാണ് ഓറഗൺ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ വെർമോണ്ട് ബോർഡിലാണ് എഴുതണമെങ്കിൽ, ന്യൂയോർക്ക് ബോർഡിലാണ് എഴുതണമെങ്കിൽ ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് OET, ഇറ്റ്സ് നോട്ട് ഗോൺ ടു വർക്ക്. നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങളുടെ എനർജി എല്ലാം വേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ പ്ലീസ് ബി കെയർഫുൾ വിത്ത് ദാറ്റ്. സോ നെക്സ്റ്റ് ഇസ് ദ ഇമിഗ്രേഷൻ പ്രോസസ്. ഈ ഇമിഗ്രേഷൻ പ്രോസസ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ആക്ച്വലി ഡൺ ബൈ ദി ഇമിഗ്രേഷൻ അറ്റോർണീസ്. ഇപ്പോൾ ആ പെർട്ടിക്കുലർ ഹോസ്പിറ്റലിൽ എവിടെയാ which ever employer is giving you the visa, their immigration attorneys will be the ones doing all the immigration process. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ I-140 ഫോം നിങ്ങൾ കുറേ പേര് ഇതൊക്കെ കേട്ട് കാണും. I-140 ഫോം, അവർ ഈ I-140 ഫോമാണ് അവർ അപ്ലൈ ചെയ്യുന്നത്. they apply for it. ഈ I-140 ഫോം എന്ന് പറയുമ്പം ഇറ്റ്സ് ആൻ ഇമിഗ്രേഷൻ പെറ്റിഷൻ ഫോർ ഏലിയൻ ഫോറിൻ വർക്കേഴ്സ്. ബേസിക്കലി എംപ്ലോയ്മെൻറ്റ് വിസയ്ക്കാണ് ഇത് I-140 കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. I-140 form, they will send this petition to USCIS, US Citizenship and Immigration Services ആണ്. Once ഈ പെറ്റിഷൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് I-140 ഫോം അപ്രൂവ് ആയി കഴിഞ്ഞാൽ that's like a golden ticket. okay,
then your form will be sent to visa center. Okay, avada nanu next step will be you are going to have a visa interview. Visa interview ശരിക്കും പറഞ്ഞാൽ visa interview will be done at the same country as where you are residing right now. അവിടെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഇൻ്റർവ്യൂ. ഓക്കെ, നിങ്ങൾ വിസ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ then everything is good. You can fly to US വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് കിട്ടും. ഗ്രീൻ കാർഡ് എന്ന് പറയുമ്പോൾ പെർമനൻറ്റ് റെസിഡൻസി കാർഡാണ്. ഓക്കെ, പെർമനൻറ്റ് റെസിഡൻസി കാർഡ് കിട്ടും. അതുകൂടാതെ യു വിൽ ഗെറ്റ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ്. സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് എന്ന് പറയുമ്പം ഇറ്റ്സ് ലൈക്ക് എൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. നമ്മുടെ നാട്ടിലെ ആധാർ കാർഡൊക്കെ പറയത്തില്ലേ, അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി കാർഡാണ്. ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഇൻ US ഹാസ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോബ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ സോഷ്യൽ സെക്യൂരിറ്റി കാർഡ്. ഓക്കെ, ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 5 വർഷം after you get the green card, after 5 years you can apply for citizenship. So these are the complete steps on how you can become a registered nurse in USA. അപ്പോൾ ഞാൻ I-140 ഫോമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കുറേ ക്വസ്റ്റ്യൻസ് വന്നു. there were a lot of nurses who gave all their exam, Nclex examഉം TOEFLും IELTS എക്സാം എല്ലാം കഴിഞ്ഞ് അവിടെ I-140 ഫോം വരെ അപ്രൂവ് ആയിട്ട് ഈ റെട്രോഗ്രേഷൻ വന്ന് അവർ സ്റ്റോപ്പായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പ്രോസസ്സിങ് സ്റ്റോപ്പായിട്ട് ഇരിക്കുക. സോ they've been asking me what to do. അപ്പം I was able to talk to a agency here, agency recruiter, nurses-ne, foreign educated nurses-ne recruit ചെയ്യുന്ന ഒരു ഏജൻസിയോട് ഞാൻ സംസാരിച്ചു. ആൻഡ് they said they are going to help. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ those of you nurses who are in this situation, അതായത് അവരുടെ I-140 form approve ആയിട്ട് they are stuck right now, what you guys can do is ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ ഇമെയിലും വാട്സാപ്പ് നമ്പറും അയക്കാം. You guys can connect to me. You guys can send in your information and I can get you connected to that agency. Okay, they have a very good reputation, almost 10 to 12 years ഈ recruiting business ലാണ് അവർ. Right now അവർ only those candidates who have had I-140 ഫോം അപ്രൂവ്ഡ്. അപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് നഴ്സസിനെ മാത്രമേ ഇപ്പോൾ തൽക്കാലം നോക്കുന്നുണ്ട് ബിക്കോസ് ഓഫ് റെട്രോഗ്രേഷൻ. ബട്ട് ഐ അഷ്യൂർ യു ഇറ്റ്സ് ഗോയിങ് ടു ചേഞ്ച്. ഇപ്പോൾ റൂൾസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. നൗ വി ഗോയിങ് ടു ഹാവ് എ ന്യൂ പ്രസിഡൻറ്റ്. സോ ഹോപ്പ്ഫുള്ളി എവറിഥിങ് ചേഞ്ചസ് ആൻഡ് ഹോപ്പ്ഫുള്ളി ഈ റെട്രോഗ്രേഷനൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കംപ്ലീറ്റ് പ്രോസസ്സ്. ഓക്കെ, സോ I hope you like this video. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ മേക്ക് ഷുവർ you share this video to your nursing groups, okay, because you are going to really benefit from this channel. I assure you that quality information ആയിരിക്കും. Okay, that's for sure. Okay, so I'll see you next week with something more interesting. You are going to like it for sure. Okay, it's going to be about money. അതായത് US-ൽ stay ചെയ്യുമ്പോൾ expenses-ഉം lifestyle, I'll be talking about all those. So you're going to like it for sure. So I'll see you next week. Okay, till then, bye bye.